ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലി വറ്റിച്ചതാണ്. വളരെയധികം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു മീനാണ് നത്തോലി. അതുകൊണ്ട് തന്നെ നത്തോലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നത്തോലി വറ്റിച്ചത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം നത്തോലി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള നത്തോലിയാണ്. നത്തോലി വളരെ ചെറിയ നത്തോലിയും കിട്ടും. അങ്ങനെ ചെറിയ നത്തോലിയാണെങ്കിൽ അത് വെച്ചിട്ട് മീൻ പീരി ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ വറ്റിച്ചെടുക്കുന്നതോ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നത്തോലി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു നത്തോലി വറ്റിച്ചത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞതും ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് മുങ്ങി നിൽക്കാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാൻ പാടില്ല, അപ്പം മീനൊക്കെ ഉടഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായി തിളച്ചതിന് ശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു 10 മിനിറ്റ് നേരെങ്കിലും കുക്ക് ചെയ്യണം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തവി വെച്ച് ഇളക്കി കൊടുക്കാൻ പാടില്ല. മീനൊന്നും ഒരിക്കലും തവി വെച്ച് ഇളക്കില്ല, കാരണം അത് പെട്ടെന്ന് പൊട്ടി ഉടഞ്ഞു പോകും. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ മൊത്തത്തിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നത്തോലി പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ആ വെളുത്തുള്ളിയുടെ പച്ച ചുവയൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനമായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ അവസാനമായിട്ട് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു മണം കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ നത്തോലി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് കഴിക്കാനാകുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് വറ്റിക്കിട്ടും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ, ഗോതമ്പ് ദോശയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ നത്തോലി വറ്റിച്ചത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.